ന്യൂ സ്ട്രാറ്റജീസ് ഫോർ കോമ്പാറ്റിംഗ് ക്യാൻസർ. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും പുതുതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. കൺവെൻഷണൽ ആയിട്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, അതുപോലെ തന്നെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കൊണ്ടാണ് സാധ്യമാകുന്നത്. ഇതുപോലുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് അല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. അത് പല ഹെഡ്സിൽ വരും. ഇമ്മ്യൂണോതെറാപ്പി, ജീൻ തെറാപ്പി, ഡ്രഗ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ആൻജിയോജെനസിസ് ആൻഡ് പ്രോട്ടീൻസ് ദാറ്റ് പ്രൊമോട്ട് ക്യാൻസർ. അപ്പോൾ ഈ 3 ഹെഡിലാണ് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് വരുന്നത്. അപ്പോൾ ഓരോന്നിനകത്തും വരുന്ന സബ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, കാറ്റഗറീസ് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആ പേര് പറയുന്ന പോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് ക്യാൻസറിൻ്റെ ഗ്രോത്ത് അതുപോലെ തന്നെ മെറ്റാസ്റ്റാസിസിനെ ഇല്ലാതാക്കുന്ന പ്രോസസ്സാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന തെറാപ്യൂട്ടിക്കൽ മെത്തേഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ അതാണ്. അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി വർക്ക് ചെയ്യുന്നത് പലതരത്തിലുള്ള മെക്കാനിസംസ് ഉപയോഗിച്ചിട്ടാണ്. ഒന്നാമത്തേത് സ്റ്റോപ്പിംഗ് ഓർ സ്ലോയിങ് ദ ഗ്രോത്ത് ഓഫ് ക്യാൻസർ സെൽസ്. Then stopping cancer from spreading to other parts of the body, helping the immune system work better at destroying cancer cells. ഇപ്പോൾ ഇതിനകത്ത് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്താണ് യൂസ് ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, ദെൻ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണോതെറാപ്പീസ്, ഓൺകോലൈറ്റിക് വൈറസ് തെറാപ്പി, ടി സെൽ തെറാപ്പി, ക്യാൻസർ വാക്സിൻസ്. അപ്പോൾ ഓരോന്നിനെക്കുറിച്ചും നമ്മൾ ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്യും. ആദ്യത്തേത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. ഇപ്പം വളരെ സ്പെസിഫിസിറ്റി ഉള്ള കാറ്റഗറി ആൻറ്റിബോഡീസ് ആണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഇമ്മ്യൂണോതെറാപ്പിയിൽ വളരെ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ പ്രത്യേകത, ക്യാൻസർ സെൽസ് എക്സ്പ്രസ് ചെയ്യുന്ന ചില തരത്തിലുള്ള ആൻറ്റിജനിക് പ്രോട്ടീൻസ്, ആ പ്രോട്ടീൻസിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു സ്പെസിഫിസിറ്റി മോണോക്ലോണൽ ആൻറ്റിബോഡീസിന് കാണും. അപ്പോൾ അങ്ങനെയുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഈ ആൻറ്റിജനിക് പ്രോട്ടീൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അലേർട്ട് ചെയ്യും. ഇമ്മ്യൂൺ സിസ്റ്റം അലേർട്ടായി അത് ഈ ക്യാൻസർ സെല്ലിനെ റെക്കഗ്നൈസ് ചെയ്ത് ആ ക്യാൻസർ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസിന് ക്യാൻസർ സെൽസ് എക്സ്പ്രസ് ചെയ്യുന്ന ചില പ്രോട്ടീൻസുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്, അതിനുള്ള സ്പെസിഫിസിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോട്ടീൻസുമായിട്ട് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് അറ്റാച്ച് ചെയ്യുമ്പോഴേക്കിന് ഇമ്മ്യൂൺ സിസ്റ്റം അലേർട്ട് ആകും, ആക്ടിവേറ്റഡ് ആകും. ആ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ക്യാൻസർ സെല്ലിനെ റെക്കഗ്നൈസ് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യും. ഇതൊരു മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഈ ക്യാൻസറസ് സെൽസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആക്ഷൻ, അതായത് അവയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആക്ഷനെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവേഡ് ചെയ്യുന്നത് 2 പാത്വേസ് ഉപയോഗിച്ചിട്ടാണ്. PD1/PDL1 ആൻഡ് CTLA4 പാത്വേസ്. ഈ പാത്വേ അറിയപ്പെടുന്നത് ഇമ്മ്യൂൺ ചെക്ക് പോയിൻറ്റ്സ് എന്നാണ്. ഈ ഇമ്മ്യൂൺ ചെക്ക് പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇവേഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ക്യാൻസർ സെൽസിന് ഉണ്ട്. അപ്പോൾ ചില സ്പെസിഫിക് ആയിട്ടുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഇമ്മ്യൂൺ ചെക്ക് പോയിൻറ്റ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഈ പാത്വേസ് നോർമലായിട്ട് വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ അങ്ങനെ ക്യാൻസർ സെൽസ് ഇമ്മ്യൂൺ ചെക്ക് പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന് രക്ഷ നേടുന്ന ആ പ്രോസസ്സ് ഇല്ലാതാകും. ക്യാൻസറിൻ്റെ സ്പ്രെഡ് കുറയും, ഗ്രോത്ത് കുറയും. ഇപ്പോൾ ഇതും മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉപയോഗിച്ചിട്ടുള്ള ഇമ്മ്യൂണോതെറാപ്പിയുടെ ഭാഗമാണ്. ഇനി അടുത്തതാണ് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണോതെറാപ്പീസ്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് യൂസ് ചെയ്ത് ഉള്ള ഇമ്മ്യൂണോതെറാപ്പി പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണോതെറാപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള പ്രത്യേകത, ഇത് ചിലപ്പോൾ മറ്റുള്ള ട്രീറ്റ്മെൻറ്റുമായിട്ട് കൂടിച്ചേർത്തായിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് കീമോതെറാപ്പി, റേഡിയോതെറാപ്പിയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണോതെറാപ്പിയും അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്.
ചില കേസുകളിൽ ചില ടൈപ്പ് ക്യാൻസറുകളിൽ ഇത് ഒരു സോൾ ട്രീറ്റ്മെൻറ്റ് മെത്തേഡായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള കെമിക്കൽസ് ആണ് ഇവിടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇൻ്റർഫെറോൺസും അതുപോലെ തന്നെ ഇൻ്റർലൂക്കിൻസും. ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ സ്പ്രെഡിനെയും അതുപോലെ തന്നെ ഗ്രോത്തിനെയും വളരെയധികം ഇൻഹിബിറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അതായത് ഇൻ്റർഫെറോൺസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് ക്യാൻസറിൻ്റെ ഗ്രോത്ത് ഇല്ലാതാക്കും. ലാബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്ത ഒരു ടൈപ്പ് ഇൻ്റർഫെറോൺ ആണ് ഇൻ്റർഫെറോൺ ആൽഫ എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർഫെറോൺ ആണ്. ഈ പർട്ടിക്കുലർ ഇൻ്റർഫെറോൺ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യും. ഇനി അടുത്ത കാറ്റഗറിയാണ് ഇൻ്റർലൂക്കിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സഹായിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഇൻ്റർലൂക്കിൻസ്. ഇൻ്റർഫെറോൺസ് പോലെ തന്നെ അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻ്റർലൂക്കിംഗ് ആണ് ലാബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻ്റർലൂക്കിംഗ് 2. ഇത് പലതരത്തിലുള്ള കിഡ്നി ക്യാൻസർ, സ്കിൻ ക്യാൻസർ ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർലൂക്കിംഗ് ആണ്. അപ്പം നോൺ സ്പെസിഫിക് ഇമ്മ്യൂണോ തെറാപ്പീസിൽ സ്പെസിഫിക് ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കും. ആ കെമിക്കൽ സബ്സ്റ്റൻസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യും. ഇനി അടുത്താണ് ഓൺകോലൈറ്റിക് വൈറസ് തെറാപ്പി. ഈ പേര് പറയുന്ന പോലെ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ക്യാൻസർ സെൽസിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന വൈറസുകളെ ഉപയോഗിച്ചിട്ട് ക്യാൻസർ സെൽസിനെ ലൈസ് ചെയ്ത് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു തെറാപ്യൂട്ടിക് മെത്തേഡാണ് ഓൺകോലൈറ്റിക് വൈറസ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെറാപ്പിയുടെ ഒരു പ്രോട്ടോക്കോളാണ് നിങ്ങൾ ഡയഗ്രമായിട്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഓൺകോലൈറ്റിക് ആയിട്ടുള്ള വൈറസ്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ട്യൂമർ സെൽസിന് സ്പെസിഫിക് ആയിട്ടുള്ള വൈറസിനെ പ്രിപ്പയർ ചെയ്യും, പ്രോഗ്രാം ചെയ്യും. അങ്ങനെയുള്ള വൈറസിനെ ട്യൂമർ സെൽസിലേക്ക് അല്ലെങ്കിൽ ഈ ക്യാൻസർ ഉള്ള ഇൻഡിവിജ്വൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഈ വൈറസ് ഈ ട്യൂമർ സെൽസ് എന്ന് പറയുന്ന സെൽസിനെ ഹോസ്റ്റാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കും. ആ ഉള്ളിൽ അത് സ്പ്രെഡ് ചെയ്യും, അല്ലെങ്കിൽ ഉള്ളിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ കോപ്പീസ് ഉണ്ടാക്കും. കോപ്പീസ് ഉണ്ടാക്കി ഫൈനലി അത് ആ ഹോസ്റ്റ് സെല്ലിനെ ബേസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഹോസ്റ്റ് സെല്ല് ബേസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്യൂമർ സെല്ലിന് ലൈസിസ് സംഭവിക്കുമ്പോഴേക്കിന് ട്യൂമർ സെൽസിൻ്റെ പലതരത്തിലുള്ള ആൻറ്റിജനിക് സബ്സ്റ്റൻസ് എക്സ്പ്രസ്ഡ് ആവും. അപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകും. ട്യൂമർ ആൻറ്റിജൻസിൻ്റെ റിലീസ് ഉണ്ടാകുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആൻറ്റി ട്യൂമർ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകും. ഇനി റിലീസ്ഡ് ആകുന്ന വൈറസ് പ്രോജനി, ആ വൈറസ് പ്രോജനി ഇനി വേറെ ട്യൂമർ സെൽസിനെയും അതേപോലെ തന്നെ ഇൻഫെക്റ്റ് ചെയ്യും. ആ ഇൻഫെക്ഷൻ പ്രോസസ്സ്, പിന്നീടുള്ള ലൈസിസ്, ഇതെല്ലാം സൈക്ലിക്കായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. അതായത് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക്, പിന്നീട് അടുത്ത സെല്ലിലേക്ക് എന്നുള്ള രീതിയിൽ ഇത് ട്രാൻസ്ഫേർഡ് ആവും. അതുപോലെ തന്നെ ഇവിടെ ലോക്കലായിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ലോക്കൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴേക്കിന് ആ ട്യൂമർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ മൈക്രോ എൻവയോൺമെൻറ്റ്, ആൻജിയോജെനിസിസ് ഒക്കെ നടന്ന് ട്യൂമറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫേവറബിൾ കണ്ടീഷൻസും അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ആ മൈക്രോ എൻവയോൺമെൻറ്റ് ലോക്കലായിട്ടുള്ള ഇൻഫ്ലമേഷൻ നടക്കുമ്പോൾ നശിച്ച് പോകും. അപ്പോൾ ഈ രീതിയിലാണ് ഓൺകോലൈറ്റിക് വൈറസ് തെറാപ്പി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിലുള്ള നോർമൽ സെൽസിനെ ഓൺകോലൈറ്റിക് വൈറസ് തെറാപ്പി ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യുന്നില്ല. അതിനുള്ള കാരണം ഈ പർട്ടിക്കുലർ വൈറസ് എന്ന് പറയുന്നത് അത് പ്രോഗ്രാംഡ് ആണ്. അത് ട്യൂമർ സെൽസിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ എഫക്റ്റ് കാണിക്കത്തുള്ളൂ. അത് സാധാരണ രീതിയിലുള്ള ഹെൽത്തി സെൽസിൽ വരുമ്പോൾ ഒരു ഡാമേജും ഉണ്ടാക്കത്തില്ല, ലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഓൺകോലൈറ്റിക് വൈറസ് തെറാപ്പി. ഇനി അടുത്താണ് ടി സെൽ തെറാപ്പി. അപ്പം ഇത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ടി സെൽ തെറാപ്പിയുടെ ഒരു പ്രോട്ടോക്കോളാണ് നിങ്ങളിവിടെ ഡയഗ്രമായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസർ ഉള്ള ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യും. ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ ആ ബ്ലഡിനകത്ത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടി സെൽസ് ഉണ്ടായിരിക്കും. ഈ ടി സെൽസിനെ ലാബോറട്ടറിയിൽ കൊണ്ടുവന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ അതിനകത്ത് ആ ടി സെല്ലിൻ്റെ ജനറ്റിക് ഇൻഫർമേഷനകത്ത് മോഡിഫിക്കേഷൻ ഉണ്ടാക്കുന്നു. അതായത് അതിനകത്തുള്ള ജീനിനെ എഡിറ്റ് ചെയ്യുന്നു. അതിനകത്തുള്ള ജനറ്റിക് ഇൻഫർമേഷനിൽ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നു. അതായത്
ഈ ട്യൂമറിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലുള്ള റിസപ്റ്റേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ജീൻസിനെ ഈ ടി സെൽസിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ലബോറട്ടറി കണ്ടീഷൻസിൽ ഇങ്ങനെയുള്ള ടി സെൽസ്, പ്രോഗ്രാംഡ് ആയിട്ടുള്ള ടി സെൽസ് വളരുമ്പോഴേക്കിന് അവയുടെ സർഫസിൽ ട്യൂമറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിജൻ റിസപ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള റിസപ്റ്റേഴ്സിന് പറയുന്ന പേരാണ് കൈമേറിക് ആൻറ്റിജൻ റിസപ്റ്റേഴ്സ്. കാർ ടി സെൽ എന്നാണ് അങ്ങനെയുള്ള പ്രോഗ്രാംഡ് ആയിട്ടുള്ള ടി സെല്ലിനെ അറിയപ്പെടുന്നത്, കൈമേറിക് ആൻറ്റിജൻ റിസപ്റ്റർ ടി സെൽസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആ കാർ ടി സെൽസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്യൂമറിന് സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഓരോ ട്യൂമറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിജൻസ് കാണും. ആ ആൻറ്റിജൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സിനെയാണ്, കൈമേറിക് ആൻറ്റിജൻ റിസപ്റ്റേഴ്സിനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാം ചെയ്ത ടി സെൽസിനെ ലാബോറട്ടറിയിൽ അവയെ കൾച്ചർ ചെയ്യുന്നു. അവിടെ ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ടാക്കുന്നു, കോളനീസ് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള ടി സെൽ ക്ലസ്റ്ററിനെ, ലാബോറട്ടറിയിലുള്ള ക്ലസ്റ്ററിനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി തിരിച്ച് പേഷ്യൻറ്റിലേക്ക്, ഈ ട്യൂമറുള്ള അല്ലെങ്കിൽ ക്യാൻസറുള്ള ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി പേഷ്യൻറ്റിൻ്റെ ഉള്ളിൽ ഈ കാർ ടി സെൽസ് അവ ആക്ടിവേറ്റഡ് ആയി അവ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻസുമായിട്ട് ബൈൻഡ് ചെയ്ത്, ആ റിസപ്റ്റേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻസുമായിട്ട് ബൈൻഡ് ചെയ്ത് ആ റിസപ്റ്റേഴ്സ് ഉള്ള സെൽസിനെ നശിപ്പിക്കും. ഇതാണ് കാർ ടി സെൽ തെറാപ്പിയുടെ മെയിനായിട്ടുള്ള പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്, എന്നാലും നമുക്ക് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ബ്ലഡ് കളക്ട് ചെയ്യുന്നു, ക്യാൻസറുള്ള ഇൻഡിവിജ്വലിൽ നിന്ന് ടി സെൽസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു, അതിനെ പ്രോഗ്രാം ചെയ്യുന്നു ലാബോറട്ടറിയിൽ, കൈമേറിക് ആൻറ്റിജൻ റിസപ്റ്റേഴ്സ് അതിനകത്തേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീൻസിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രോഗ്രാംഡ് ആയിട്ടുള്ള കാർ ടി സെൽസിൻ്റെ കോളനീസ് ഉണ്ടാക്കുന്നു. ആ കോളനീസിനെ തിരിച്ച് പേഷ്യൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പേഷ്യൻറ്റിൻ്റെ ബോഡിക്കുള്ളിൽ ഈ പർട്ടിക്കുലർ ടി സെൽസ് ആൻറ്റിജൻസിനെ റെക്കഗ്നൈസ് ചെയ്ത് ട്യൂമർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഇനി അടുത്താണ് ക്യാൻസർ വാക്സിൻസ്. അപ്പം ഇവിടെ പലതരത്തിലുള്ള വാക്സിൻസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വാക്സിൻസ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയിലാണ് വരുന്നത്, പ്രിവെൻഷൻ വാക്സിനും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് വാക്സിൻസും. അപ്പോൾ ഈ ക്യാൻസർ വാക്സിൻസ് എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിജനിക് പ്രിപ്പറേഷൻസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ഇത് വളരെ ബഡ്ഡിങ് ആയിട്ടുള്ള സ്റ്റേജിലാണ് ക്യാൻസർ വാക്സിൻസ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും ഇതിന് വളരെ ഒരു ഇലാബറേറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല. അപ്പം ക്യാൻസർ വാക്സിൻസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഏജൻസ് ആണ്. അപ്പോൾ ക്യാൻസർ വാക്സിൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴേക്കിന് ഒന്നെങ്കിൽ ക്യാൻസർ പ്രിവെൻറ്റഡ് ആകും, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ക്യാൻസർ ഇറാഡിക്കേറ്റഡ് ആകും. അപ്പോൾ പ്രിവെൻഷൻ വാക്സിനും ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് വാക്സിൻസും ഉണ്ടെന്നുള്ളതാണ്. ഇനി അടുത്ത മെയിൻ കാറ്റഗറിയാണ് ജീൻ തെറാപ്പി. ഇപ്പോൾ മെയിനായിട്ട് ക്യാൻസറിൻ്റെ കോസ് എന്ന് പറയുന്നത് ജീൻ മ്യൂട്ടേഷനാണ്. അപ്പോൾ ആ ജീൻ മ്യൂട്ടേഷനെ കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ക്യാൻസർ ട്രീറ്റഡ് ആയി. ഇതാണ് ജീൻ തെറാപ്പിയുടെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമൽ ജീൻസ്, മ്യൂട്ടേഷൻ ഇല്ലാത്ത ജീൻസ് ക്യാൻസർ സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ത്രൂ വെക്ടേഴ്സ്. ഇപ്പോൾ ജീൻ തെറാപ്പിയിൽ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ് എന്ന് പറയുന്നത് വൈറസുകളാണ്. അതായത് അവ ആണ് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അവ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്ഫറാണ് വളരെ ഈസി. അതുകൊണ്ട് വൈറസുകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോർമൽ ജീൻസ് വൈറസുകൾ എന്ന് പറയുന്ന വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ക്യാൻസർ സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം ഈ വൈറസുകൾ എന്ന് പറയുന്നത് മോഡിഫൈഡ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വൈറസുകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനെ ഈ വെക്ടേഴ്സായിട്ട് അവ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഇൻഡിവിജ്വലിന് ഉണ്ടാവുന്നില്ല, പേഷ്യൻറ്റിന് ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ജീൻ തെറാപ്പിയുടെ ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്തി ജീന് വൈറസ് വെക്ടർ ഉപയോഗിച്ചിട്ട് ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു.
അപ്പോൾ ക്യാൻസർ സെൽസിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നോർമലായിട്ടുള്ള സെൽസായിട്ട് അവ മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ അബ്നോർമൽ ആയിട്ടുള്ള സെൽ ഡിവിഷൻ പ്രോസസ്സും ക്യാൻസറിൻ്റെ ഗ്രോത്തും മെറ്റാസ്റ്റോസിസും ഇതേപോലെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ ക്യാൻസർ തെറാപ്പി പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ജീൻ തെറാപ്പി ക്യാൻസറിൽ പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ബൂസ്റ്റിംഗ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ്, ജീൻ തെറാപ്പീസ് ടു മേക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് വർക്ക് ബെറ്റർ, പ്രോ-ഡ്രഗ് ജീൻ തെറാപ്പി, ബ്ലോക്കിംഗ് പ്രോസസ്സസ് ദാറ്റ് പ്രൊട്ടക്ട് ക്യാൻസർ സെൽസ്. അപ്പോൾ ഈ ഹെഡുകളിലാണ് ജീൻ തെറാപ്പി വർക്ക് ചെയ്യുന്നത്. ബൂസ്റ്റിംഗ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ്, ജീൻ തെറാപ്പീസ് ടു മേക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് വർക്ക് ബെറ്റർ, പ്രോ-ഡ്രഗ് ജീൻ തെറാപ്പി, ബ്ലോക്കിംഗ് പ്രോസസ്സസ് ദാറ്റ് പ്രൊട്ടക്ട് ക്യാൻസർ സെൽസ്. അപ്പോൾ ആദ്യത്തെ തന്നെ ബൂസ്റ്റിംഗ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് അവിടെ ജീൻ തെറാപ്പി വർക്ക് ചെയ്യുന്നതെന്നുള്ളത് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആ മോഡിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ജീന് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ ക്യാൻസറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്യാൻസറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അവയെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജീൻ തെറാപ്പിയാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് ജീൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടേക്കാണ്? ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള പലതരത്തിലുള്ള സെൽസിലേക്കാണ്, അവയെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാൻസറിനെ റെക്കഗ്നൈസ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും ഈ ജീൻ ട്രാൻസ്ഫർ കൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെൽസുകൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ജീൻ തെറാപ്പി കൊണ്ട് ബൂസ്റ്റഡ് ആകുന്നു. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് അതാണ്. ഇനി അടുത്താണ് ജീൻ തെറാപ്പീസ് ടു മേക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് വർക്ക് ബെറ്റർ. അപ്പോൾ ഇവിടെ ജീൻ തെറാപ്പി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള ജീൻസ് യൂസ് ചെയ്യുന്നത് ക്യാൻസർ സെൽസിലേക്കാണ്. അത് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ക്യാൻസർ സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇവയിലേക്ക് ജീൻസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേക്കിന് ആ ക്യാൻസർ സെൽസ് കീമോതെറാപ്പി, റേഡിയോ തെറാപ്പി പോലെയുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിന് വളരെ സെൻസിറ്റീവായിട്ട് മാറുന്നതാണ്. ഇപ്പോൾ വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ജീൻസിനെ ക്യാൻസർ സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ജീൻസിൻ്റെ ആക്ഷൻ കൊണ്ട് ഈ ക്യാൻസർ സെൽസ് കീമോതെറാപ്പിക്കും റേഡിയോ തെറാപ്പിക്കും വളരെ സെൻസിറ്റീവായിട്ട് മാറുന്നു. പിന്നീട് ഈ പറഞ്ഞ കീമോതെറാപ്പിയും റേഡിയോ തെറാപ്പിയും ഉപയോഗിക്കുകയാണെങ്കിൽ ക്യാൻസർ സെൽസ് പെട്ടെന്ന് തന്നെ ഈ തെറാപ്പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് കാണിക്കും, അല്ലെങ്കിൽ ഈ തെറാപ്പീസ് ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ ടൈപ്പ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത് മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്, അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ ക്യാൻസർ സെൽസ് മറ്റുള്ള ട്രീറ്റ്മെൻറ്റിന് സെൻസിറ്റീവായിട്ട് മാറും. അടുത്തതാണ് പ്രോ-ഡ്രഗ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോ-ഡ്രഗ് ജീൻ തെറാപ്പിയുടെ ഒരു പ്രോട്ടോക്കോളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇപ്പോൾ ഈ തെറാപ്പിയിൽ ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവ് ഫോം ഓഫ് ഡ്രഗിനെ ആക്റ്റീവ് ഫോം ആക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനിനെ ട്യൂമർ സെൽസിലേക്ക് ആഡ് ചെയ്യും. അതിനുശേഷം ഇനാക്റ്റീവ് ഡ്രഗ് കൊടുക്കുന്നു. അപ്പോൾ ട്യൂമർ സെൽസിൽ മാത്രം ഇനാക്റ്റീവ് ഡ്രഗ് ആക്റ്റീവ് ഡ്രഗായിട്ട് കൺവേർട്ടഡ് ആകുന്നു. ഇനാക്റ്റീവ് ഫോം ഓഫ് ഡ്രഗിന് പറയുന്ന പേരാണ് പ്രോ-ഡ്രഗ്. പ്രോ-ഡ്രഗിനെ ആക്റ്റീവ് ഡ്രഗായിട്ട് ഈ പറഞ്ഞ ട്രാൻസ്ജീന് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോട്ടോക്കോള് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ എന്നാലും അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ആദ്യമേ ചെയ്യുന്നത് ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയിലേക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇനാക്റ്റീവ് ഡ്രഗിനെ ആക്റ്റീവ് ഡ്രഗായിട്ട് മാറ്റാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ജീനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ജീനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്യൂമർ സെൽസിലേക്കാണ്. അപ്പോൾ ആ ട്യൂമർ സെൽസിൽ മാത്രമേ ഉള്ളൂ ഈ ഇനാക്റ്റീവ് ഫോം ഓഫ് ഡ്രഗിനെ ആക്റ്റീവ് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീനിൻ്റെ പ്രസൻസ് ഉള്ളൂ. ബാക്കിയുള്ള നോർമൽ സെൽസിൽ ഈ പർട്ടിക്കുലർ ജീന് കാണത്തില്ല.
അതായത് ഇനാക്റ്റീവ് ഡ്രഗിനെ ആക്റ്റീവ് ഡ്രഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈംസിൻ്റെ എക്സ്പ്രഷൻ ട്യൂമർ സെൽസിൽ മാത്രമേ കാണത്തുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് പ്രോ ഡ്രഗ് എന്ന് പറയുന്ന ഇനാക്റ്റീവ് ഫോം ഓഫ് ഡ്രഗിനെ ആ ക്യാൻസർ ഉള്ള ഇൻഡിവിജ്വലിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അയാളുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സെൽസിലേക്ക് ഈ പറഞ്ഞ പ്രോ ഡ്രഗ് എന്ന് പറയുന്ന ഇനാക്റ്റീവ് ഫോം ഓഫ് ഡ്രഗ് പ്രവേശിക്കുന്നു. ക്യാൻസർ സെൽസിൽ എത്തുമ്പോൾ പ്രോ ഡ്രഗിനെ ആക്റ്റീവ് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസിനെ കോഡ് ചെയ്യുന്ന ജീൻസ് അവിടെ ഉള്ളത് കൊണ്ട് ആ എൻസൈംസിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് പ്രോ ഡ്രഗ് ആക്റ്റീവ് ഡ്രഗ് ആയിട്ട് മാറുന്നു. അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാകുന്നു. ആ ടോക്സിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ട്യൂമർ സെൽസിനെ നശിപ്പിക്കുന്നു. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സെൽ ഡെത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സെൽ ഡെത്ത് ബൈസ്റ്റാൻഡർ എഫക്റ്റ് കൊണ്ട് ഉണ്ടാകും. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ടോക്സിക് മെറ്റീരിയൽസ് ഇല്ലാതാകും, ടോക്സിക് മെറ്റീരിയൽസിൻ്റെ എഫക്റ്റ് കൊണ്ട് ഈ പറഞ്ഞ സെൽ ഇല്ലാതാകും, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ എഫക്റ്റ് കൊണ്ട് സറൗണ്ടിങ് ആയിട്ടുള്ള സെൽസ് അഫക്റ്റഡ് ആകും. അപ്പോൾ ഇതാണ് പ്രോ ഡ്രഗ് ജീൻ തെറാപ്പി എന്ന് പറയുന്ന മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്താണ് ബ്ലോക്കിംഗ് പ്രോസസ്സസ് ദാറ്റ് പ്രൊട്ടക്ട് ക്യാൻസർ സെൽസ്. ഇപ്പോൾ ക്യാൻസർ സെൽസ് സാധാരണ രീതിയിൽ അത് ഗ്രോ ചെയ്യാനും അൺകൺട്രോളബിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനും കാരണം എന്ന് പറയുന്നത് അപ്പോട്ടോസിസ് പോലെയുള്ള ഈ ക്യാൻസറസ് ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളെ ബ്ലോക്ക് ചെയ്തതാണ്. അപ്പോൾ അപ്പോട്ടോസിസിനെ ബ്ലോക്ക് ചെയ്ത് ക്യാൻസർ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അപ്പോട്ടോസിസ് ഏതെങ്കിലും രീതിയിൽ റീ എസ്റ്റാബ്ലിഷ്ഡ് ആകുകയാണെങ്കിൽ ഈ ക്യാൻസർ സെൽസിൻ്റെ പ്രൊളിഫറേഷൻ അല്ലെങ്കിൽ അവയുടെ മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാതെ ആകുമെന്നുള്ളതാണ്. അപ്പോൾ ബ്ലോക്കിംഗ് പ്രോസസ്സസ് ദാറ്റ് പ്രൊട്ടക്ട് ക്യാൻസർ സെൽസ് എന്ന് പറയുന്ന ആ തരത്തിലുള്ള ജീൻ തെറാപ്പിയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോട്ടോസിസ് പോലെയുള്ള പ്രോസസ്സുകളെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തരത്തിലുള്ള ജീൻസിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അപ്പോട്ടോസിസ് റീ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്യാൻസർ സെൽസിൻ്റെ ഗ്രോത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാതാകും. അപ്പോൾ അത്രയേ ഉള്ളൂ ജീൻ തെറാപ്പീസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത മെയിൻ ഹെഡിങ് ആണ് ഡ്രഗ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ആൻജിയോജെനസിസ് ആൻഡ് പ്രോട്ടീൻസ് ദാറ്റ് പ്രൊമോട്ട് ക്യാൻസർ. അപ്പോൾ ക്യാൻസർ സെൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആൻജിയോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻജിയോജെനസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സെൽഫ് നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്യാൻസർ സെൽസ് അവയ്ക്ക് ചുറ്റും ഒരു ബ്ലഡ് വെസൽസിൻ്റെ ബ്ലഡ് ക്യാപ്പിലറീസിൻ്റെ ഒരു നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് അവ തന്നെ റിലീസ് ചെയ്തിട്ട് ഈ ബ്ലഡ് ക്യാപ്പിലറീസിൻ്റെയും ബ്ലഡ് വെസൽസിൻ്റെയും മൾട്ടിപ്ലിക്കേഷനും ക്ലസ്റ്ററിങ്ങും ഒക്കെ ഓറിയൻറ്റേഷനും ഒക്കെ അവരുടെ ഏരിയയിൽ വളരെയധികം കൂടും. അപ്പോൾ ഇത് ട്യൂമേഴ്സിൻ്റെ ഫർദർ ഗ്രോത്തും അതുപോലെ തന്നെ അതിൻ്റെ മെറ്റാസ്റ്റേസിസിനെയും വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടറാണ്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ആൻജിയോജെനസിസ്, ബ്ലഡ് ക്യാപ്പിലറീസ് ഫോർമേഷൻ. അതിന് പറയുന്ന പേരാണ് ആൻജിയോജെനസിസ്. അപ്പോൾ ആൻജിയോജെനസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുക, അത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ പുതിയ തരത്തിലുള്ള മെത്തേഡാണ്. ആൻജിയോ പ്രിവെൻറ്റീവ് ഡ്രഗ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ആൻജിയോ പ്രിവെൻഷൻ നടക്കും. ആൻജിയോജെനസിസ് പ്രോപ്പറായിട്ട് നടക്കാതെ വരും. അതിൻ്റെ അർത്ഥം ക്യാൻസർ സെൽസിന് പ്രോപ്പറായിട്ടുള്ള നറീഷ്മെൻറ്റ് കിട്ടത്തില്ല, അവ നശിച്ച് പോകും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺകോ ജീൻസ് എന്ന് പറയുന്ന ജീൻസ്, ആ ഓൺകോ ജീൻസ് എക്സ്പ്രസ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ പ്രോട്ടോ ഓൺകോ ജീൻസ് മ്യൂട്ടേറ്റഡ് ആയി ഓൺകോ ജീൻസ് ആയിട്ട് മാറുമ്പോഴേക്കിന് അവ പലതരത്തിലുള്ള പ്രോട്ടീൻ പ്രൊഡക്ട്സിനെ ഉണ്ടാക്കും. ഈ പ്രോട്ടീൻ പ്രൊഡക്ട്സ് ക്യാൻസറിന് കാരണമാകും. അതായത് സെല്ലിനെ അൺകൺട്രോളബിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള പ്രോട്ടീൻസിനെയാണ് ഓൺകോ ജീൻസ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ സെൽ ഡിവിഷൻ പ്രോസസ്സിനെ ഈ പ്രോട്ടീൻ പ്രൊഡക്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് സെൽഫ് ഡിവിഷൻ പ്രോസസ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടും. ഇപ്പോൾ അടുത്ത തെറാപ്പി മെത്തേഡിൽ ഡ്രഗ്സ് കൊടുക്കുന്നു. ആ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഈ ഓൺകോ ജീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഓൺകോ ജീൻസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നള്ളിഫൈ ചെയ്യാൻ പറ്റും. സെല്ലിൻ്റെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഗ്രോത്തും അതുപോലെ തന്നെ മെറ്റാസ്റ്റാസിസും കുറയും. അപ്പം ഇതും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മോഡേൺ ടെക്നോളജിയാണ് ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഓർക്കുക, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജീനിൻ്റെ പ്രോഡക്റ്റിൻ്റെ എഫക്റ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള
ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓൺകോ ജീൻസ് പോലെയുള്ള ജീൻസിൻ്റെ പ്രോട്ടീൻ പ്രോഡക്ട്സിൻ്റെ എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മോഡേൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പുതുതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ട്രയൽസും എക്സ്പെരിമെൻറ്റ്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പലതരത്തിലുള്ള മെത്തേഡ്സും ഭാവിയിൽ ഉണ്ടായി വരാം.